തിരുവനന്തപുരത്തെ കുറച്ച് പ്രധാന ബീച്ചിലേക്കാണ് ഇന്നത്തെ യാത്ര. വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ നിഷ. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ആദ്യം നമ്മൾ പോയത് പൂവാർ ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്കാണ്. അറബിക്കടലും നെയ്യാർ നദിയും ഒത്തുചേർന്ന ബീച്ച്. കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ബോട്ടിങ്ങും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകളും കാണാം. രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ ആഴിമലയിലേക്ക്. അവിടെ 58 അടി ഉയരമുള്ള ശിവപ്രതിമയും കടൽ തീരവും ചേർന്ന കാഴ്ച. ഇവിടത്തെ കേവ് ടെമ്പിൾ ആണ് പ്രധാന ആകർഷണം. മൂന്നാമത്തെ ഡെസ്റ്റിനേഷനായ വിഴിഞ്ഞത്തേക്കാണ് അടുത്ത യാത്ര. ഞങ്ങൾ ലഞ്ച് കഴിച്ചത് വിഴിഞ്ഞം തമ്പുരാൻ ഹോട്ടലിലാണ്. നല്ല ഊണായിരുന്നു. അദാനിയുടെ തുറമുഖം വന്നപ്പോൾ വിഴിഞ്ഞം ആകെ മാറി. നാലാമത്തെ ഡെസ്റ്റിനേഷൻ കോവളം ബീച്ചിന്റെ ഭാഗമായ സമുദ്ര ബീച്ചിലേക്കാണ്. 3 ബീച്ചുകൾ ചേർന്നാണ് കോവളം ബീച്ച് എന്ന് പറയുന്നത്. സമുദ്ര ബീച്ച്, ഹവ ബീച്ച്, ലൈറ്റ് ഹൗസ് ബീച്ച്. സമുദ്ര ബീച്ചും പാർക്കും കണ്ടു. ശരിക്കും കോവളം മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷനായ ശംഖുമുഖം. പോയ വഴിയിൽ കടൽപ്പാലം കണ്ടു. പക്ഷേ പാലത്തിൽ എൻട്രി ഇല്ല എന്നറിഞ്ഞപ്പോൾ വിഷമമായി. പക്ഷേ പഴയ ഓർമ്മയിൽ ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതും നടന്നില്ല. ആ വിഷമം മാറാൻ ഞങ്ങൾ ഒരു ഐസ്ക്രീമും കഴിച്ച് യാത്ര തുടർന്നു. അടുത്ത ഡെസ്റ്റിനേഷനായ വേളി. കടലും കായലും ഒത്തുചേരുന്ന കുറച്ച് നല്ല കാഴ്ചകളും ആസ്വദിച്ച് കായൽ തീരത്തിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. വേളി ടൂറിസ്റ്റ് വില്ലേജിലെ പാർക്കും ബീച്ചും വേളിക്കായലും മിനിയേച്ചർ റെയിൽവേയും എല്ലാം പ്രധാന ആകർഷണങ്ങളാണ്. കൂടാതെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും. ഈ ബീച്ചിന്റെ എല്ലാ ഫുൾ വീഡിയോ ബീച്ച് സീരീസ് പ്ലേലിസ്റ്റായി മുകളിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.